സോ അഗെയിൻ നമ്മളൊരു 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ കറൻ്റ്ലി കയറിയിട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സ്ട്രോങ് അല്ല ഈ എൻട്രി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 6,000 റിസ്കിൻ്റെ എൻട്രി എടുത്തിട്ടുള്ളത്. ഇതാണ് എൻട്രി. ഓക്കെ, 301 നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 275 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് നിയർ ടാർഗറ്റ് സോണിലൊരു അലേർട്ട് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രീമിയം. നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി മൊമെൻറ്റ് കിട്ടും. പിന്നെ ഇൻ്റർമണിയാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതാണ് എൻട്രി. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നോർമലി നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവൽ വെച്ചാൽ മതി. പക്ഷെ നമ്മളൊരു ബഫർ ബ്രീത്തിങ് സ്പേസ് കീപ്പ് ചെയ്തു എന്നുള്ളൂ. 1:2 ആണ് നമ്മൾ നോക്കേണ്ടത്. 1:2.7 ആണ് നമുക്ക് ഇവിടെ നിഫ്റ്റിയിലുള്ളത്. അതേപോലെ പ്രീമിയത്തിൽ നമുക്ക് ഏകദേശം കുറച്ച് ബഫർ ചെയ്യാൻ പ്രീമിയത്തിൽ ശരിക്കും ഇവിടെ കീപ്പ് ചെയ്യാം. നമ്മൾ പ്രോപ്പർലി ഒരു ബഫർ പ്രീമിയത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറൗണ്ട് ഒരു 1:2 350 2.08 350 നമ്മൾ എക്സിറ്റ് ചെയ്യും. സോ എൻട്രിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ട്രെയിലിംഗ് എങ്ങനെയാണെന്നുള്ളത് പറയാം. നിയർ ഈ ഒരു സോണിലേക്ക് എത്തുന്ന സിറ്റുവേഷനിൽ നമ്മളിത് ട്രെയിൽ ചെയ്യും. അപ്പോൾ ആ ട്രെയിലിംഗ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. കുറച്ച് അഗ്രസീവാണ്. മൊബൈലിലാണ് നോർമലി ഞാൻ ചെയ്യണത്. നമുക്ക് ഫോണിൽ ചെയ്യുന്നതാണ് കംഫർട്ട്. ഞാൻ മാക്കിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് എക്സിറ്റ് ആയിപ്പോയി. പെട്ടെന്ന് തന്നെ നിങ്ങളത് ചെയ്യുക. മീൻസ് ട്രെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രെയിലിങ്ങിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കാം. നമ്മൾ ആ ഒരു റേഞ്ചിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടോടെ സിനാരിയോ ഉണ്ടല്ലോ, ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യണമെങ്കിൽ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം. മനസ്സിലാവും. അപ്പോൾ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വേണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കേസ് നമ്മൾ എടുത്ത എൻട്രിയിൽ മാർക്കറ്റ് പുഷ് ചെയ്തില്ലേ ഇവിടെ. അതായത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത എൻട്രിയിൽ മാർക്കറ്റ് ഇതേപോലത്തെ. അപ്പോൾ ഇതിവിടെ വരെ കളക്ട് ചെയ്യാം നമുക്ക്. മനസ്സിലാവും. എഗെയിൻ മാർക്കറ്റ് താഴെ വന്നു, ഫൈൻ, കുഴപ്പമില്ല. ഇവിടെ 6 കഴിഞ്ഞിട്ട് ഇത് കിട്ടുന്നത് ബോണസാണ്. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ ട്രെയിലിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മനസ്സിലാവും. സോ നോക്കാം. സോ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം. സോ നീ ടാർഗറ്റ് സോണിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് കറൻ്റ് ഉള്ള പൊസിഷനെ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, നമ്മൾ എടുത്ത പ്രൈസിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൽ ചെയ്യാം. 302. പക്ഷെ നമ്മൾ 302ലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫൈൻ. കറൻ്റ്ലി ഡൗൺ സൈഡ് വന്നത് വെച്ച് നോക്കുമ്പോൾ അപ്പ് സൈഡ് അഗ്രസീവാണ്. സോ കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രസീവ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ഈ ടാർഗറ്റിലേക്ക് ടാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്തായാലും. സോ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ബ്രേക്ക് ഇവണിലാണ്. ഇനി അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മളിവിടെ പ്രീമിയം എവിടെ ആയിക്കോട്ടെ, നമുക്ക് അതിൽ പ്രോപ്പർലി മെയിൻലി നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുക. ഇവനിവിടെ പ്രോപ്പർലി ടാർഗറ്റ് എത്തി പ്രീമിയം എത്തിയിട്ടും നമ്മൾ എന്താണോ നോർമലി ടാർഗറ്റ് സോണിൽ ചെയ്യുക അത് പ്രോപ്പർലി അവിടെ ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ ഇവനിവിടെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൽ ചെയ്ത് പോവാം. സോ കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ കേട്ടോ, ടാർഗറ്റ് സോണിൽ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ. നമ്മുടെ ഈ ടാർഗറ്റ് ലെവലിൽ എത്തുമ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ ട്രെയിൽ ചെയ്ത് തുടങ്ങാം. ഞാനാണെങ്കിൽ ഇതിൽ മൊബൈലിലാണ് കേട്ടോ. നിങ്ങൾ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മാക്ക് യൂസ് ചെയ്യണം. ഫോണാണ് കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് ട്രെയിലിംഗ് ഒക്കെ സ്പീഡിൽ ചെയ്യണമെങ്കിൽ. ഓക്കെ, നമുക്ക് 349ലേക്ക് ട്രെയിൽ ചെയ്യാം അറൗണ്ട്. ഓക്കെ, നിയർ ടാർഗറ്റ് സോണിലേക്ക് വന്നിട്ടുണ്ട്. 350ലേക്ക് നമുക്ക് ട്രെയിൽ ചെയ്യാം. ക്ലിയർലി നമുക്കിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓക്കെ ട്രെയിൽ ആയിട്ടുണ്ട്. ഫൈൻ. നമ്മൾ റിസ്ക് റിവാർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിലെ പ്രോപ്പർ 1:2 എന്ന് പറഞ്ഞാൽ 50 ആണ്, 350 ആണ്. അപ്പോൾ ഏകദേശം ഒരു 12,000. നമ്മൾ 6,000 ആണ് ഇതിൽ റിസ്ക് എടുത്തിട്ടുള്ളത്.
ഇതിൽ ഞാൻ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഏകദേശം 0.6% ആണ് ഈ ട്രേഡിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അഗെയിൻ നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കാണ്. കണ്ടോ, ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് സിറ്റുവേഷനിൽ നമ്മൾ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ക്യാൻഡിലിനെ എബോ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഓക്കെ, നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ട്രെയിൽ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ലെവലിൽ ട്രെയിൽ ചെയ്യാം. 356 ട്രെയിൽ ചെയ്യാം. ട്രെയിൽ ചെയ്ത് കഴിയുമ്പോൾ എഗെയിൻ മോഡിഫൈ ചെയ്ത് വെച്ചേക്കാം. 356. സോ ഓൾമോസ്റ്റ് നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുള്ളതുണ്ടാവും. ഇവിടെ എത്ര RR കിട്ടി പ്രോപ്പർലി. അപ്പോൾ ടെലിഗ്രാമിൽ ഇടുന്ന എൻട്രിയും ഞാൻ പേഴ്സണലി എടുക്കുന്ന എൻട്രിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഇതിൽ കുറച്ച് സിനാരിയോസ് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മൾ ഇവിടുന്ന് എടുത്ത എൻട്രിയും RRഉം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ടെലിഗ്രാമിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ള എൻട്രി ഇതാണ്. സിമ്പിളാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വിലിബ്രിയം സോണിലേക്ക് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എൻട്രി വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സോ അത് ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ട് പ്രോഫിറ്റ് എന്തായാലും ബുക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഫൈൻ. നമ്മളെന്തായി, ട്രെയിലിംഗ് ആയോ? നോ, ആയിട്ടില്ല അല്ലേ. സോ കറൻ്റ്ലി 56 ഓക്കെ. ഇനി ഇവിടെ ഒരു OB-ആണ്. മേ ബി ഇത് ലിക്വിഡിറ്റി സോണാണ് കേട്ടോ. ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി താഴേക്ക് വരാം. വേണമെങ്കിൽ അത് ഈ പറയുന്ന ഈ ലെവലിൽ നിന്ന് ഈ ഒരു ബേസിൽ നിന്നും റിയാക്ട് ചെയ്യാം. തന്നെ ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് പ്രോബ്ലംസ് ഉണ്ടോ? ഓക്കെ, അതെനിക്ക് അത്രയും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കേസ് ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും 350 തന്നെ എക്സിറ്റ് ചെയ്യാം. എന്തോ ട്രിഗർ ഇട്ടത് ഞാൻ 0.1 ഇട്ടതാണെന്ന് തോന്നുന്നു പ്രശ്നമായത്. എന്ന് വെച്ചാൽ വലിയ സെല്ലല്ലേ വന്നത്. ഇനിയിപ്പോൾ അത് നോക്കണ്ട, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ലിമിറ്റിൽ എക്സിറ്റ് ചെയ്യാം. കുഴപ്പമില്ല. ഫൈൻ. അപ്പോൾ പ്രോപ്പർലി RR വന്നാണ്. നമ്മൾ ആ ട്രിഗർ പ്രൈസ് 0.1 ഇട്ടതാണ് പറ്റിപ്പോയത്. കുഴപ്പമില്ല, ഫൈൻ. ഇതൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം. എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ട്രെയിലിംഗ് പ്രോപ്പർലി ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുക. പിന്നെ നിങ്ങൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഞാനിപ്പോൾ ധനിലേക്ക് കുറച്ചായിട്ടുള്ളൂ. ധനിൽ ഞാൻ ചെറിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോക്കുക. ഫൈൻ. അപ്പോൾ പ്രോപ്പർലി പ്ലാൻ സെറ്റ്, അതിൽ പ്രോപ്പർ ടാർഗറ്റ്, നമ്മൾ ഇതായിരുന്നു ടാർഗറ്റ് ചെയ്തെങ്കിലും പ്രോപ്പർലി നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഓൾറെഡി നമുക്ക് നല്ലൊരു പ്ലാൻ എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി മാർക്കറ്റിൽ നോക്കിയിരുന്ന് പുതിയൊരു എൻട്രി മോഡൽ എന്തായാലും ഇപ്പോൾ കിട്ടില്ല. ഇനിയിപ്പോൾ ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് കണ്ടീഷൻ നോക്കണം. എന്തായാലും ഡിസ്കോഡിൽ നമ്മൾ ഈ ട്രേഡ് ഓൾറെഡി ഡിസ്കോഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇതിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടാർഗറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ, നിങ്ങൾ ടെലിഗ്രാം ആൻഡ് ഡിസ്കോഡ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലാണ്. സോ അതാണ് നമ്മളിത് ഇങ്ങനെ എൻട്രീസ് നമ്മൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമല്ലോ. രണ്ടിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് 2 സിസ്റ്റമാണ്. കമ്പാരിറ്റീവ്ലി ബയാസ് 2 സെയിം ആയിരിക്കും. മനസ്സിലാവും. സെക്കൻഡ് അത് പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കിവിടെ പ്രോപ്പർലി വന്നു. നമ്മൾ 48-50 ആണ് നമ്മുടെ RR. 48 നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യോ അതിനിടയിൽ ആ ഒരു 1-2 പോയിൻറ്റിൻ്റെ പുറകെ നിങ്ങൾ ഒരിക്കലും പോകരുത്. മെജോറിറ്റി കേസസിൽ ഞാൻ കുറേ ആളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കേസസാണ്. നിയർ ടാർഗറ്റ് സോണിൽ 2-3 പോയിൻറ്റിന് താഴേക്ക് പോയിട്ടുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ആക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ടാർഗറ്റ് എത്തി, ഇനി അവിടെ എന്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവിടെ ഒരു സെല്ല് ഉണ്ടാവാം. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞൊരു സെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി അത് അഗ്രസീവ് ആവാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. മനസ്സിലാവും. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ എൻട്രിയോ ഈ പറയുന്ന എക്സിക്യൂഷനോ കാര്യം മാത്രമാണോ അല്ല. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിമിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നൊരു നമുക്ക് HDF പ്ലാൻ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് എന്താ ചെയ്തത്, രാവിലെ ഈ ലിക്വിഡിറ്റി ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തു. അതിൻ്റെ ഒപ്പം ഈ ഒരു OB-യിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, വന്ന് ടാപ്പ് ചെയ്തു അല്ലേ. ഈ ഒരു OB-യിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. കാരണം എന്താ, ഇവനാണ് ഇവിടെ ഒരു റിവേഴ്സലാണ്, ട്രെൻഡ് റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞാണ്, നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്ന കണ്ടീഷൻ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞാൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഇന്ന് രാവിലെ മാർക്കറ്റ് എന്ത് ചെയ്തത്, സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ ലിക്വിഡിറ്റി മൊത്തം മാർക്കറ്റ് എന്ത് ചെയ്തു, ടേക്ക് ചെയ്തു. അതിനുശേഷം പ്രോപ്പറായിട്ട് ഇവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഇവിടെ നിന്ന് ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ബൈയിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി അല്ലേ.
സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ 15 മിനിറ്റിലാണ് ടൈം ഫ്രെയിം പ്ലാൻ എടുക്കുക. സോ നെക്സ്റ്റ് കണ്ടീഷൻ നമ്മൾ അവൈലബിൾ ലിക്വിഡിറ്റി ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, മനസ്സിലാവും. സോ ഇവിടെ ഒരു കണ്ടിന്യൂഷൻ ലോ ടൈം ഫ്രെയിം, സിമ്പിൾ ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ പ്രോപ്പർ നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ ഫോളോ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മളിപ്പോൾ ടെലിഗ്രാമിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന. ഇതാണ് ഹയർ ടൈം ഫ്രെയിം പ്ലാൻ. ഹയർ ടൈം ഫ്രെയിം പ്ലാനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ലോവർ ടൈം ഫ്രെയിമിനെ എക്സിക്യൂട്ട് ചെയ്തു ഈസി ആയിട്ട്. അതാണ് ലോ ടൈം ഫ്രെയിം. സോ ലോങ് ടൈം ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്തു, ഹയർ ടൈം ഫ്രെയിം HDF പ്ലാനിലേക്ക് എക്സിക്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. സോ 15 മിനിറ്റ് നമ്മൾ എടുത്ത പ്ലാൻ എന്താണ്, ഇതായിരുന്നു രാവിലെ നമ്മൾ എടുത്തിട്ടുണ്ടായ പ്ലാൻ. ഈ ഒരു സപ്ലൈ സോണിലേക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായ പ്ലാൻ. സോ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇവിടെ ലൈൻ പോയ കണ്ടോ, ഈ ഒരു ഹൈ. സോ റീസൺ എല്ലാവർക്കും വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കും. സോ ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ ബയാസിൻ്റെയും കണ്ടീഷൻ, നമുക്കിങ്ങനെ ഒരു പ്ലാൻ എടുക്കാനുണ്ടായ കണ്ടീഷൻ. സോ ഓരോ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർലി ബയാസ് ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ബയാസിന് അഗെയിൻസ്റ്റ് ട്രെൻഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ്സ് നോക്കാറില്ല, റെയറാണ്, നമുക്ക് ട്രേഡ്സ് ഉണ്ടാവുന്നതും കുറവാണ്. ഓക്കെ, റേഞ്ച് ആണെങ്കിൽ എന്താണ്, നമുക്ക് SLs ഉണ്ടാവും, റേഞ്ച് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. സോ അത് മനസ്സിലാക്കി നമ്മൾ ആദ്യം തന്നെ ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്ത് മാറാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നോക്കി സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ. സോ എല്ലാവരും നോക്കുക, ഇതേപോലെ ബയാസൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അഗെയിൻ നമ്മളൊരു 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഒരിക്കലും ഇങ്ങനെ 10,000 പ്രോഫിറ്റ് എടുത്തു അല്ലെങ്കിൽ 20,000 അങ്ങനെ നമ്മളൊരിക്കലും വാല്യൂവിലേക്ക് നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാതിരിക്കുക. കാരണം ഈ പറയുന്ന വാല്യൂ എന്നുള്ളത് ഇതിൽ എത്ര ക്യാപിറ്റലാണ് മെയിൻലി വരുന്നത്. ഞാൻ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ റിസ്ക് ആയിട്ടുള്ളത് 0.6% മാത്രമാണ് ഞാനിവിടെ റിസ്ക് എടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, ഇതിന് ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സിൽ മാത്രമാണ് ഞാൻ റിസ്ക് കൂട്ടാറുള്ളൂ. ഞാൻ 3% to 5% വരെ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ദിവസത്തിലെ ട്രേഡിൽ 0.6 എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ് അല്ല ഈ ട്രേഡിൽ. സോ അവിടെ ഞാൻ റിസ്ക് ലിമിറ്റ് ചെയ്യും, മനസ്സിലായോ. കോൺഫിഡൻ്റ് ഉള്ള ട്രേഡ്സിലാണ്, കൺഫർമേഷൻസ് ഉള്ള ട്രേഡ്സിൽ റിസ്ക് പിന്നെയും കൂടും. അപ്പോൾ 25,000 10,000 ഒക്കെ വെച്ച് നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ട്രേഡുകളുണ്ട്. സോ അത് നമുക്ക് ഓൺഗോയിങ് അതൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ഡിഫൻസ് ക്യാപിറ്റൽ. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ 1 lakh വെച്ചാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു 3,000 ആയിരിക്കും, അല്ലെങ്കിൽ 300 റുപ്പീസ് ആയിരിക്കും. സോ അതിന് അഗെയിൻസ്റ്റ് ഒരു 600 നിങ്ങൾ പ്രോഫിറ്റ് എടുത്താൽ സെയിം ആണ്. ഇവിടെ വേറെ ഒന്നുമില്ല, പ്രോഫിറ്റിനല്ല പ്രയോറിറ്റി, നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ പ്രോപ്പർലി 10,000 വെച്ച് 300 രൂപ ഉണ്ടാക്കുന്ന ഒരാൾ 1,00,000 വെച്ച് 3,000 ഉണ്ടാക്കുന്നത് ഈക്വലാണ്, മനസ്സിലായോ. സോ അങ്ങനെ നിങ്ങൾ പയ്യെ നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ സിസ്റ്റം റെഡി ആയി കഴിഞ്ഞാൽ പയ്യെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഞാൻ ഈ 10,000 റുപ്പീസ് പ്രോഫിറ്റ് കാണിച്ചിട്ട് ഒരു ദിവസം 10,000 ഉണ്ടാക്കാമെന്നല്ല ഞാൻ പറയുന്നത്. സോ ഇതിൻ്റെ ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ 6% ആണെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, 0.6% ആണ് ഞാനിന്ന് റിസ്ക് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ഏകദേശം 1% അടുത്തുള്ള റിട്ടേൺ എനിക്ക് ഇന്ന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ നാളെ മാർക്കറ്റ് ഉണ്ട്, മറ്റന്നാളുണ്ട്, ഓൺ ഗോയിങ് മന്ത് എൻഡിലാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആ രീതിയിലേക്ക് ഫോക്കസ് ആവാം. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.